പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് തിയാഗോ ആൽവസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലെ സ്ട്രൈക്കർ തിയാഗോ ആൽവസ് ആയിരിക്കുമെന്നായിരുന്നു ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ സൂപ്പർ കപ്പിലെല്ലാം വളരെ ചുരുക്കം മത്സരങ്ങളിൽ മാത്രമാണ് തിയാഗോ ആൽവസിന് കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ നൽകിക്കൊണ്ട് തിയാഗോ ആൽവസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. താരം ക്ലബ്ബ് വിടാനുള്ള കാരണമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ISLന്റെ നിലവിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ്. ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഒരുപാട് മീറ്റിങ്ങുകൾ ISL ക്ലബ്ബുകളും AIFFും തമ്മിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിരാശ നൽകുന്ന കാര്യം. എന്തായാലും ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും പല താരങ്ങളും ക്ലബ്ബ് വിട്ടു പോയേക്കാം. കാരണം ഓരോ താരങ്ങളെ സംബന്ധിച്ചും അവരുടെ കരിയർ തന്നെയാണ് പ്രധാനം. ഇത്രയധികം ഡിലേ വരുമ്പോൾ അത് ബാധിക്കുന്നത് താരങ്ങളുടെ കരിയറിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ലീഗിൽ നിന്നും ഒരുപാട് താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയേക്കാം. ഇന്ത്യ ഫുട്ബോളിൻ്റെ അവസ്ഥയായാലും ഇന്ത്യൻ താരങ്ങളുടെ അവസ്ഥയായാലും നിലവിൽ പ്രശ്നം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പറയുന്നത് ഇങ്ങനെയാണ്: നിർദ്ദേശിക്കപ്പെട്ട മോഡൽ അനുസരിച്ച് ഞങ്ങൾക്ക് മുഴുവൻ ടിക്കറ്റ് വരുമാനവും നഷ്ടമാകും. കാരണം ഹോം മത്സരങ്ങളില്ലെങ്കിൽ വരുമാനം അസാധുവാകും. മാത്രമല്ല ക്ലബിൻ്റെ സ്പോൺസർഷിപ്പും 5 കോടി രൂപയായി കുറയും. അതിനാൽ തന്നെ വെട്ടിക്കുറച്ച സീസണിലെ ആകെ നഷ്ടം 40 കോടി രൂപയ്ക്ക് അടുത്താണ്. ഏതൊരു ക്ലബിനെ സംബന്ധിച്ചും വലിയൊരു നഷ്ടം തന്നെയാണിത്. പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങൾ എല്ലാവരും മത്സരം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നഷ്ടങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കൊരു പരിധി ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഇത്രയധികം നഷ്ടം വരുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ലീഗിൽ നിന്ന് പിന്മാറാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.